പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ചൊവ്വാഴ്ച ദിനം വലിയൊരു ദൈവ കൃപയുടെ ഒരു ദിനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 58:9. ഇതിന്റെ ആദ്യ ഭാഗമാണ്: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. അപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ ശരിയാണ് കർത്താവ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛാ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് നിലവിളിക്കുന്നുണ്ട് അച്ഛാ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്താ ഉത്തരം കേൾക്കാത്തതെന്നല്ല ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ താഴെ വചനം പറയുന്നുണ്ട് സഹോദരങ്ങളെ: മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. 3 കാര്യങ്ങൾ: മർദ്ദനം, കുറ്റാരോപണം, ദുർഭാഷണം നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. മർദ്ദനം എന്ന് പറയുമ്പോൾ അച്ഛൻ ഞാൻ കൊണ്ട് എന്നല്ല ആരെങ്കിലും മർദ്ദിക്കാനായിട്ട് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ മർദ്ദനം എന്ന് പറയുമ്പോൾ ആ രീതി ആയിരിക്കണമെന്നില്ല സഹോദരങ്ങളെ. എൻ്റെ പ്രായമായ അപ്പൻ, എൻ്റെ പ്രായമായ അമ്മ, അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, അത് ഒരു മർദ്ദനത്തിൻ്റെ ഇതാണ്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ നടത്തുക, അല്ലെങ്കിൽ വെറുതെ കുറ്റം പറയുക. ഇങ്ങനെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തിന്മകൾ ഉണ്ടെന്ന് ഈ ദിനത്തിലെ നമുക്ക് ആത്മശോധന ചെയ്യാം. അതിനുശേഷം നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരമരുളുക തന്നെ ചെയ്യും. നിന്റെ നിലവിളിക്ക് അവിടുന്ന് മറുപടി തരും. ഹല്ലേലൂയ. ഈ തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അപ്പോൾ പ്രാർത്ഥന കേൾക്കപ്പെടും. ഹല്ലേലൂയ. ഇത് ബൈബിളൊക്കെ എടുത്ത് ഈ വചനം ഒന്ന് ആവർത്തിച്ച് ചൊല്ലണം, പഠിക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.